എന്തുകൊണ്ട് നിനക്ക് ഒരു ഡോക്ടർ ആയിക്കൂടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂറോക്രസിയുടെ പാർട്ട് ആയിക്കൂടാ, അല്ലെ ഒരു ബിസിനസ്സുകാരി ആയിക്കൂടാ എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നോ? നമ്മൾ ഓഫ് കോഴ്സ് ഒരു ഫീൽഡിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ പൊട്ടൻഷ്യലും കൂടി നമ്മൾ നോക്കിയിരിക്കണം. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡും കൂടിയാ. അവരെങ്ങനെയാ സംസാരിക്കുന്ന രീതി, അവരുടെ ചാർജസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓഫ് കോഴ്സ് ഒരു ഫീൽഡിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ പൊട്ടൻഷ്യലും കൂടി നമ്മൾ നോക്കിയിരിക്കണം. ചില ക്ലയൻസ് നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തെന്ന് വരില്ല. ക്ലയൻസിന്റെ റിലേറ്റീവ്സ് നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തെന്ന് വരില്ല. ആദ്യത്തെ വർക്ക് എനിക്ക് കിട്ടുന്നത് കമാത്തിപ്പുരയില. അപ്പൊ എനിക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല ഇതൊരു റെഡ് സ്ട്രീറ്റ് ഏരിയ ആണെന്ന്. അപ്പൊ എന്റെ ഹെയർ ആർട്ടിസ്റ്റിന് പോലും മനസ്സിലാവണ്ടായിരുന്നില്ല. അപ്പൊ നേരെ ആ ജ്വല്ലറി ബോക്സ് ഇല്ലേ, അത് എന്റെ മേത്തേക്ക് എടുത്ത് എറിയുക ചെയ്തത്. ആൻഡ് ഐ തിങ്ക് എല്ലാരും അത് അറിയേണ്ട സമയമായി. നമസ്കാരം. മേക്കപ്പിനെ നിങ്ങളുടെ മുഖത്തിന്റെ ആഭരണമായി ഉപയോഗിക്കുക. മുഖത്തിന്റെ ആകൃതിക്കും ഘടനയ്ക്കും ഷേപ്പിനും അനുസരിച്ച് നിറങ്ങൾ ഉപയോഗിക്കുക. അതിന് നിങ്ങളെ മാറ്റിമറിക്കാനാകും. പറഞ്ഞിരിക്കുന്നത് ലോകപ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ ഫ്രാങ്കോയിസ് നാൾസ് ആണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആത്മവിശ്വാസത്തിന് പിന്നിൽ തീർച്ചയായും നമ്മുടെ മേക്കപ്പ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ വാല്യൂ പ്ലസിന്റെ അതിഥി, മേക്കപ്പ് ആർട്ടിസ്റ്റായ സെറ മേത്തർ. സെറ, വെൽക്കം ടു വാല്യൂ പ്ലസ്. അപ്പൊ സെറക്കുട്ടി ചോയ്സ് സ്കൂളിലെ ഒരു കൊച്ചു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ ആ മിടുക്കി കുട്ടി മേക്കപ്പിന്റെ ലോകത്തേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചു. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വപ്നമല്ല. എല്ലാവരും ഡോക്ടേഴ്സ് ആവണം, എഞ്ചിനീയേഴ്സ് ആവണം എന്നൊക്കെ കരുതുന്ന ലോകത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേരെ അങ്ങ് മേക്കപ്പിന്റെ ലോകത്തേക്ക് ചുവട് വെക്കാൻ ആഗ്രഹിച്ചു. അതെങ്ങനെയാ സംഭവിച്ചത്? എനിക്ക് ചെറുപ്പം മുതല് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ക്രേസ് തന്നെയായിരുന്നു. എന്റെ ഉമ്മയുടെ സിസ്റ്ററായി ക്രേസ് ആക്ച്വലി എന്നിൽ കൊണ്ടുവന്നത്. എന്റെ ഉമ്മയുടെ സിസ്റ്ററിന് മേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ക്രേസ് തന്നെയായിരുന്നു. അപ്പൊ എനിക്കും അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. എന്റെ വേറൊരു ഫാമിലി മെമ്പേഴ്സിനും വലിയ മേക്കപ്പിലോട്ട് താല്പര്യം ഇല്ലെങ്കിലും എനിക്ക് വളരെ താല്പര്യമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. എന്റെ സ്കൂളിലാണെങ്കിലും ഞാൻ മേക്കപ്പ് ഇട്ടൊക്കെ സ്കൂളിലേക്കൊക്കെ ഇടയ്ക്ക് പോവായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് മേക്കപ്പ് ഇഷ്ടം. പിന്നെ ബാക്ക് സ്റ്റേജിലാണെങ്കിൽ ഞാൻ സ്കൂളിൽ ഒന്നിലും പെർഫോം ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ബാക്ക് സ്റ്റേജിൽ ഇരുന്ന് മേക്കപ്പ് ഇട്ട് കൊടുക്കുക പിള്ളേർക്ക്. അപ്പോ അവിടെ നിന്ന് എന്റെ ഒരു താല്പര്യം കണ്ടെത്തി. ഇങ്ങനെ ഓരോ ഷോസിനൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുമായിരുന്നു തുടങ്ങണം, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെ. അവരൊക്കെ എന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നായിരുന്നു വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്പോഴേ എനിക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടി, ആ ഫീൽഡിലാവാം, ആ ഫീൽഡിലേക്ക് കടക്കാം. ഐ മീൻ ഞാൻ എന്നാലും കുറെ റീസെർച്ച് ചെയ്തു, എങ്ങനെയാ ഈ ഫീൽഡ്, എങ്ങനെയാ ഇതിലെ പൊട്ടൻഷ്യൽ എങ്ങനെയാ എന്നൊക്കെ റീസെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ കിടന്നത്. പക്ഷെ അപ്പത്തേക്കും എൻ്റെ ഒരു 10th ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ പേരൻസിൻ്റെ കൂടെ സംസാരിച്ചിട്ട് ചോദിച്ചു, ഒരു ചെറിയ കോഴ്സിന് പോയിക്കോട്ടെ, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എൻ്റെ വാപ്പ എന്നെ മുംബൈയിൽ ഒരു കോഴ്സിന് ചേർത്തു. ചെറിയൊരു ക്രാഷ് കോഴ്സ് ആയിരുന്നു അന്ന് ചെയ്തത്. ബ്രൈഡൽ ആർട്ടിസ്ട്രി തന്നെ ഒരു ചെറിയ ക്രാഷ് കോഴ്സ് 10th ചെയ്തു. പിന്നെ 11th and 12th ആ ഒരു തിരക്ക് കാരണം ഞാൻ 12th കഴിഞ്ഞിട്ട് അച്ചിരി കൂടി പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത്. നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ ദുൽഖർ സൽമാനെ അറിയാമല്ലോ. അദ്ദേഹം ഒരു ഷെഫ് ആകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഫാമിലിയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് വന്നു. കാരണം ഷെഫ് എന്ന് പറയുന്നത് വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാള് ആ നിലയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അതിജീവിച്ചാണ് അദ്ദേഹം അതിൽ ഷെഫ് ആവുന്നതും സ്വന്തമായി പ്രൂവ് ചെയ്യുന്നതും. എന്ന് പറഞ്ഞ പേരൻസ് ഫുൾ സപ്പോർട്ടായിരുന്നു. ഫാമിലിയിൽ നിന്ന്, ഫ്രണ്ട് സർക്കിളിൽ നിന്ന്, ഇങ്ങനെ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിനക്ക് ഒരു ഡോക്ടർ ആയിക്കൂടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂറോക്രസിയുടെ പാർട്ട് ആയിക്കൂടാ, അല്ലെ ഒരു ബിസിനസ്സുകാരി ആയിക്കൂടാ എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നോ? പേഴ്സണലി എന്റെ ഫാമിലിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റെ ഗ്രാൻഡ് പേരൻസും എന്റെ ഉമ്മയും ഉപ്പയും എല്ലാരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ ഓഫ്കോഴ്സ് എന്റെ ഉമ്മാക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ചോദ്യം, മേക്കപ്പ് ആർട്ടിസ്റ്റോ എപ്പോഴും എന്റെ ഉമ്മാക്കും വാപ്പാക്കും കിട്ടുന്ന ഒരു ചോദ്യം തന്നെ. എന്റെ മുമ്പിലും പല പ്രാവശ്യം ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, എങ്ങനെയാ ഇതൊരു പൊട്ടൻഷ്യൽ ഉള്ള ഫീൽഡ് അല്ലല്ലോ, ബ്യൂട്ടീഷ്യൻ എങ്ങനെയാ? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം, ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പോഴും ആൾക്കാരുടെ മേത്തുണ്ട്. എന്റെ വേറെ ഫാമിലി മെമ്പേഴ്സിന് അങ്ങനത്തെ ഒരു പക്ഷെ എനിക്ക് ആകെ എന്റെ മൈൻഡിൽ മാറ്റർ ചെയ്തത് എന്റെ ഉപ്പാടെയും ഉമ്മാടെയും എന്റെ ഗ്രാൻഡ് പേരൻസിന്റെയും ഒപ്പീനിയൻ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഫുൾ സപ്പോർട്ട് ഉണ്ട്. പിന്നെ എനിക്കും ഇത് തന്നെ താല്പര്യം. ആൻഡ് ഇറ്റ്സ് എ ഫീൽഡ് വിത്ത് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡും കൂടിയാ. ആൻഡ് ഐ തിങ്ക്
എല്ലാരും അത് അറിയേണ്ട സമയമായി. ലൈക്ക് എവ്രി വൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈ ഫീൽഡിൽ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, അത്രയും നല്ല ഫീൽഡും കംഫർട്ടബിൾ കരിയറും കൂടിയാ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സെറക്കുട്ടി പറഞ്ഞത്. കാരണം എല്ലാ ജോലികളും അതിന് ഒരു വലിയ മഹത്വമുണ്ട്. അത് ഏത് ജോലിയാണെങ്കിലും ആ മഹത്വം നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ ആ സേവനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ ആളിന്റെ മുഖത്ത് വിരിയുന്ന ചിരിയിൽ നിന്നാ അല്ലെ. അപ്പോ ഒരു ജോലി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാകുന്നത് അതിൽ നമ്മുടെ പാഷൻ, നമ്മുടെ മനസ്സുകൂടെ ഇടുമ്പോഴാണ്. അപ്പൊ സെറക്കുട്ടി എങ്ങനെയാണ് ഈ ഒരു ജോലിയിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കണ്ടെത്തി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയോടുകൂടി, ജോലിയെ വെറും പ്രൊഫഷനായിട്ട് കണ്ട് അതല്ലെങ്കിൽ 9 to 5 ജോലിയായിട്ട് കണ്ട് തിരിച്ച് സാലറി വാങ്ങിച്ച് വീട്ടിൽ വരുന്നവരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചെയ്യുന്ന സമയം ഞാൻ അതൊരു ജോലിയായി കാണുന്നു. പക്ഷെ അതിനപ്പുറമായിട്ട് അതിലേക്ക് നമ്മുടെ ഒരു പാഷനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടോ? 100%. ഞാൻ ആക്ച്വലി കുറെ റിസർച്ച് ചെയ്തു ഇതൊക്കെ ചെയ്യണതിന് മുമ്പ്. അപ്പൊ ആദ്യം സത്യം പറഞ്ഞ എന്റെ റിസർച്ച് ഞാൻ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ വിളിക്കുമായിരുന്നു. അവരെങ്ങനെയാ സംസാരിക്കുന്ന രീതി, അവരുടെ ചാർജസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓഫ് കോഴ്സ് ഒരു ഫീൽഡിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഫൈനാൻഷ്യൽ പൊട്ടൻഷ്യലും കൂടി നമ്മൾ നോക്കിയിരിക്കണം. ആ രീതിയിൽ വളരെ നല്ല ഫീൽഡ് തന്നെയാണെന്ന് എനിക്ക് പറയാം. എന്താ വെച്ചാൽ ഇപ്പൊ 9 to 5 ഓരോരുത്തരുടെ പാഷൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പാഷൻ അനുസരിച്ച് തന്നെ ഇരിക്കും. ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയുള്ള ഒരു പേഴ്സണാ. അപ്പൊ എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം, എന്റെ പേരൻസിനും അറിയണ കാര്യം. അപ്പൊ ഇത് ഓഫ് കോഴ്സ് വളരെ ആ രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ആർട്ടിസ്റ്റുകളോട് സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നി ഇതൊരു എനിക്ക് പറ്റിയ എന്റെ റൈറ്റ് ഫീൽഡ്, എന്റെ പാഷൻ ഇവിടെയാ. എനിക്ക് വേറെ എവിടെയും പോവാനും താല്പര്യമില്ല. ഐ വാസ് വെരി ഷുവർ ഇത് തന്നെ എനിക്ക് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തില് പെൺകുട്ടികളെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് തീരെ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് തന്നെ നമ്മള് അമ്മയുടെ ഈ ടവൽ എടുത്തിട്ട് മുടിയിൽ കെട്ടിയിട്ട് അമ്മയെ പോലെ നീണ്ട മുടി ഉണ്ടാക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ അമ്മയുടെ മേക്കപ്പ് കിറ്റിൽ നിന്ന് ഓരോന്ന് മോഷ്ടിച്ച് ലിപ്സ്റ്റിക് ഇടാനും ഫേസിൽ മേക്കപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് എന്നല്ല ഒരുപാട് പുരുഷന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇതിനോടൊരു പാഷൻ ഉള്ളത് കൊണ്ട് തന്നെ വരാൻ പറ്റുന്ന മികച്ച ഒരു ഫീൽഡ് എന്ന് തന്നെ പറയാം അല്ലെ? അതെ, ഉറപ്പായിട്ടും. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. മോർ ദാൻ വേറെ ഏത് ആസ്പെക്ട് നോക്കിയില്ലെങ്കിലും ഈ ഫീൽഡിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആ, വളരെ ഫണ്ണാ. മേക്കപ്പ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ഫീൽഡ് തന്നെയാന്ന് വെച്ചാൽ എന്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എനിക്ക് ഇഷ്ടമുള്ള സാധനം ഇപ്പൊ നമ്മൾ TV കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ലേ, അതേപോലെ എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടണേ. എനിക്ക് അതൊരു എന്റർടൈൻമെന്റാ. അപ്പൊ അതിൽ കൂടെ എനിക്കൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു കാര്യം തന്നെയായിരുന്നു. എന്റെ മനസ്സിൽ എനിക്ക് വളരെ സന്തോഷം നടക്കുന്ന കാര്യം തന്നെയായിരുന്നു. പിന്നെ കുറെ ബാരിയേഴ്സും ഉണ്ട്, കുറെ സ്ട്രഗിൾസും ഉണ്ട്. ഓഫ് കോഴ്സ് ഞാനിത് അത്രയും കംഫർട്ടബിൾ ആന്ന് പറയാനുള്ള കുറെ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ ഇറ്റ് ബീറ്റ്സ് എവറിത്തിങ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന് ആദ്യമേ 10th കഴിഞ്ഞിട്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്യാൻ പോയി. അതിനുശേഷം പിന്നെ +1 +2 കഴിഞ്ഞിട്ട് ആ ചെറിയ കുട്ടിയാണ് മുംബൈ എന്ന് പറയുന്ന വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോകമാണ് അല്ലെ. നമ്മള് കേരളം അല്ലെ കൊച്ചി പോലെയല്ല. അപ്പൊ ആ ചെറിയ കുടുംബത്തിൽ നിന്ന് മുംബൈ എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിലേക്ക് നമ്മൾ പറിച്ചു നടപ്പെടുകയാണ്. അവിടെ എന്തായാലും കുറെ വെല്ലുവിളികൾ ഉണ്ടാവും. ഒറ്റയ്ക്ക് പോകുന്നു, നമുക്ക് പരിചയമുള്ള ആരുമില്ല, ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നവരെ, ഏത് രീതിയിൽ പെരുമാറണം, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകളും ഇല്ലായിരുന്നു. അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചു ചെറിയ പ്രായത്തില്? ഞാൻ ആദ്യമായിട്ട് എന്റെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ ഷൂട്ട്, എന്റെ ആദ്യത്തെ വർക്ക് എനിക്ക് കിട്ടുന്നത് കമാത്തിപുരയിലാ. അത് മുംബൈയിലൊരു റെഡ് സ്ട്രീറ്റ് ഏരിയ. അപ്പൊ എനിക്ക് അറിയുപോലും ഉണ്ടായിരുന്നില്ല ഇതൊരു റെഡ് സ്ട്രീറ്റ് ഏരിയ ആണെന്ന്. അപ്പൊ ഞാൻ വർക്കിലോട്ട് പോകുമ്പോഴാണ് എന്റെ കൂടെ വർക്ക് ചെയ്യണ എന്റെ ഹെയർ ആർട്ടിസ്റ്റ് പറഞ്ഞ ഇത് ഇങ്ങനത്തെ ഒരു ഏരിയ. അപ്പൊ ഒബ്വിയസ്ലി എന്റെ മനസ്സിൽ എനിക്ക് ആ ഒരു പേടി ഉണ്ടായി ആ ഒരു ക്യാബ് ഡ്രൈവില്. പിന്നെ അവിടെ എത്തിയപ്പോ എനിക്ക് സമാധാനം എന്ന് വെച്ചാൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. എവറിബഡി വാസ് വെരി സ്വീറ്റ്. ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാ വർക്ക് ചെയ്തത്. പിന്നെ കുറെ ഡിഫിക്കൾട്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അവിടെ നിന്നല്ല, എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. അപ്പോ കുറെ ക്ലയൻസിന് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവാൻ ഇനിഷ്യലി ഇനിഷ്യലി എനിക്ക് ഹിന്ദിയെ അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണം അറിയണം എന്നുള്ള നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു
ഡിഫിക്കൽട്ടി ഞാൻ മേക്കപ്പിലല്ലെങ്കിലും ലാംഗ്വേജ് വൈസ് ഞാൻ കുറെ ഡിഫിക്കൽട്ടീസ് ആ രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോയി, ഔട്ട് ഓഫ് മുംബൈ ആയിരുന്നു, ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു. പുള്ളിക്കാരി എന്നോട് ഗുജറാത്തിയിലായിരുന്നു, അവരുടെ ഏതോ ഭാഷയിലായിരുന്നു എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പൊ എന്റെ ഹെയർ ആർട്ടിസ്റ്റിനെ പോലും മനസ്സിലാവണ്ടായിരുന്നില്ല. അപ്പൊ നേരെ ആ ജ്വല്ലറി ബോക്സ് ഇല്ലേ, അത് എന്റെ മേത്തേക്ക് എടുത്ത് എറിയുക ചെയ്തത്. അപ്പോ കൊറേ കഥകളുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ. അത് മനസ്സിലാവും, കാരണം നമ്മള് കിലുക്കത്തില് ജഗതി എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല കാലനോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്ന് പറഞ്ഞ അവസ്ഥ. പക്ഷെ എന്നാലും ഒരു ക്ലയന്റ് അത്രയും ദേഷ്യത്തിൽ അത് ചെയ്യുമ്പോൾ അത് ചിരിച്ചോണ്ടാണ് സെറ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ശകാരങ്ങൾ കേൾക്കേണ്ടി വരും, അൺഹാപ്പി ഫേസസ് കാണേണ്ടതായിട്ട് വരും. എപ്പോഴും നമുക്ക് പോസിറ്റീവ് റിമാർക്സ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പൊ ഇത്ര കുഞ്ഞിലെ ഇതെങ്ങനെയാണ് അതുപോലും പോസിറ്റീവായിട്ട്? അപ്പൊ എന്തായിരുന്നു സെറയുടെ റിയാക്ഷൻ? പിന്നെ ഞാൻ ഈ ഒരു ഇൻസിഡന്റ് ആയിരുന്നു എന്റെ ഫസ്റ്റ് വേർസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറയാ. അപ്പത്തേക്കും എന്റെ മനസ്സില് ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. എന്ന് വെച്ചാൽ എന്റെ സ്കിൽ ഇഷ്യൂ അല്ല, എന്റെ ലാംഗ്വേജ് ഇഷ്യൂ. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, ഹിന്ദി പോയി പഠിക്കുക, വേറെ വഴിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ഹിന്ദി സംസാരിച്ച് ട്രൈ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഹിന്ദി ചെറുതായിട്ട് പറയാം, വലുതായിട്ട് അറിഞ്ഞില്ലെങ്കിലും ചെറുതായിട്ട് എനിക്ക് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ പഠിച്ചു. മാനേജബിൾ, ഒരു ക്ലയന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ ഹിന്ദി പഠിച്ചു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള. പക്ഷെ എന്നാലും നമ്മൾ കുറെ വെയിറ്റിങ്ങും ചിലപ്പോ ലേറ്റ് നൈറ്റും അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചില ക്ലയൻസ് നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തെന്ന് വരില്ല, ക്ലയൻസിന്റെ റിലേറ്റീവ്സ് നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തെന്ന് വരില്ല. ഇൻ മേക്കപ്പിന്റെ കാര്യത്തിലല്ല, നമ്മൾ പോസ്റ്റ് മേക്കപ്പ് ഇപ്പോ ഡെസ്റ്റിനേഷൻ പ്രോജക്ട്സിന് എസ്പെഷ്യലി പോകുമ്പോ ചിലപ്പോ മിസ്ബിഹേവിയേഴ്സ് വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ക്ലയന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇറ്റ്സ് സ്റ്റിൽ എ റിസ്ക്. ലൈക്ക് ഐ ഹാവ് ഹാഡ് എൻ എക്സ്പീരിയൻസ്, ഐ ഹാവ് ഹാഡ് എ കപ്പിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് എക്സ്പീരിയൻസസ് അങ്ങനെ. പക്ഷെ അങ്ങനെ ഇൻ ദാറ്റ് ടേംസ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ഇറ്റ് ഹാസ് ബിൻ എ ലിറ്റിൽ റിസ്കി ഫോർ മീ. ബിക്കോസ് എനിക്ക് എല്ലാവർക്കും ആ ഇൻസിഡന്റ് വരണം എന്നില്ല, എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ആവണം എന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ക്ലയന്റിന്റെയും ഫേഷ്യൽ ഫീച്ചേഴ്സ്, അവരുടെ സ്കിൻ ടോണ്, അവരുടെ ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ മനുഷ്യരും യൂണീക്ക് ആണ് സ്വഭാവത്തിലും. അപ്പോ എല്ലാ ക്ലയൻസിനും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുഴുവൻ എഫേർട്ടും ഇട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലയന്റിന്റെ ഒരു സ്മൈലാണ് ലാസ്റ്റില്. പക്ഷെ ആ സ്മൈൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, എന്നാ പിന്നെ എന്നാ ഇത് ഇവിടെ അങ്ങ് നിർത്തിയിട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷന് നമുക്ക് എങ്ങനെയാണ് വളരെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റുന്നത്? പലവർക്കും പല പ്രെഫറൻസസ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ക്ലയൻസിന് ചെയ്തു കൊടുക്കണേ. അപ്പോ ക്ലയൻസ് ചിലപ്പോൾ റെഫറൻസസ് അവർക്ക് ചേരാത്ത റെഫറൻസ് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ അതേപോലെ ചെയ്തു കൊടുക്കില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതായിരിക്കും നിങ്ങൾക്ക് ചേരണം. അപ്പൊ യൂഷ്വലി ക്ലയൻസ്, മോസ്റ്റ് ഓഫ് ദ ക്ലയൻസ് ലിസൺ. എന്ന് വെച്ചാൽ നമ്മളല്ലേ പ്രൊഫഷണൽസ്, അപ്പൊ നമ്മളുടെ അഭിപ്രായം മിക്ക ക്ലയൻസും വാല്യൂ ചെയ്യാറുണ്ട്. ഞാൻ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഒരു നല്ല ഏതോ ഒരു സിനിമ നടന്റെയോ നടിയുടെയോ ഫോട്ടോ കൊണ്ടുവരും, എനിക്ക് നല്ല അലുവ പോലത്തെ ഇതേപോലത്തെ ഫോട്ടോ വേണമെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വേണമെങ്കിൽ ഐശ്വര്യ റായിയുടെ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് എന്നെ ഇതേപോലെ ആക്കി തരാൻ പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ചിലർ ഡിമാൻഡിങ് ആയിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓരോരുത്തരുടെയും ഫേഷ്യൽ ഫീച്ചേഴ്സ്, അവരുടെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സിൽ അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ചിലർക്കെങ്കിലും ഈ മേക്കപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനടക്കം മേക്കപ്പ് ചെയ്യുന്നവരാണ് എന്റെ ജോലിയുടെ ഭാഗമായിട്ട്, നമുക്ക് തരുന്ന ആത്മവിശ്വാസം വേറെയാണ്. പക്ഷെ ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പുച്ഛിച്ച് സംസാരിക്കുന്നവരുണ്ട്, പുട്ടിയിടുക, അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ നിങ്ങളെ കണ്ടാൽ ഇങ്ങനെയാണ്. അപ്പോ പൊതുവെ മേക്കപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നറിയാത്തവരുണ്ട്. വെറുതെ എന്തൊക്കെയോ കുറച്ച് പെയിന്റ് വാരി അടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനുപരിയായി മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കലയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ മേക്കപ്പിനെ കുറിച്ച് പറയാനുള്ളത്? മേക്കപ്പ് ഒരിക്കലും നമ്മളെ മാറ്റാനുള്ള സാധനമാകരുത്. മേക്കപ്പ് ഇസ് ടു എൻഹാൻസ് യുവർ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് നല്ല കണ്ണുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കണ്ണ് അതിനും മനോഹരമാക്കണം എന്നാണ് എന്റെ ഒരു വിഷൻ എന്ന് പറയണ. യു ബട്ട് ബെറ്റർ യു എന്നാണ്. എൻഹാൻസ് ദ ഫീച്ചേഴ്സ്, മേക്ക് ദ പേഴ്സൺ മോർ ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റിൽ ദം. ഒരാളെ മാറ്റിയിട്ട് നമുക്കൊരിക്കലും ഒരു സന്തോഷം കിട്ടരുത്. അവർക്കും അവരെ തന്നെ മാറ്റിയിട്ട് എനിക്ക് തോന്നണില്ല അവർക്കൊരു സന്തോഷം കിട്ടുന്ന.
അവരായിട്ട് തന്നെ ഇരിക്കുമ്പോഴല്ലേ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷം, നമുക്കും അവരങ്ങനെ സന്തോഷിക്കണ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. അപ്പോൾ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ പൊതുവെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നവർ, ജോലിയുടെ ഭാഗമായി മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്, സ്വന്തമായി ആത്മവിശ്വാസം കൂടും എന്ന നിലയിൽ മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ പലപ്പോഴും പരിഹസിക്കും, അവരെ മേക്കപ്പ് ചെയ്യുന്നവരെ പരിഹസിക്കും, പുട്ടിയടിക്കുന്നവരെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. ഓരോരുത്തരും ഒരു ബെറ്റർ സെൽഫ്, കൃത്യമായ ആൻസർ ആണ് പറഞ്ഞത്. ഞാൻ എൻ്റെ തന്നെ ഒരു ബെറ്റർ വേർഷനായി മാറാൻ അവർ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിലൂടെ ഞാൻ അതാണ് ഇച്ഛിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഫീൽഡിലേക്ക് കൂടുതൽ പേര് കടന്ന് വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ നമ്പർ അത്ര നമ്മളൊരു സജഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പം സെറയുടെ ഒരു പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എനിക്ക് എത്ര എണ്ണാൻ പറ്റാത്തത്രയും പ്രൊഫൈൽസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഒരു ഓൺ സ്റ്റൈൽ ഓഫ് മേക്കപ്പ് അഡാപ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എന്റെ സ്റ്റൈൽ എന്ന് പറയണ വെരി സ്കിൻ ലൈക്ക് വെരി സട്ടിൽ മേക്കപ്പ് ഇസ് വാട്ട് ഐ ഡു ആൻഡ് വാട്ട് ഐ ലൈക്ക്. എനിക്ക് അതാ താല്പര്യം, ആൾക്കാർക്ക് അത് സെർവ് ചെയ്യാനോ എനിക്ക് അതാ താല്പര്യം. ഓരോരുത്തരുടെ എല്ലാ ആർട്ടിസ്റ്റും ഡിഫറെന്റ് ആവും, എല്ലാ ആർട്ടിസ്റ്റിനും അവരുടെ പ്രത്യേകതകൾ ഉണ്ടാവും. അത് ഓഫ് കോഴ്സ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ്. കോമ്പറ്റീഷൻ ഒരിക്കലും നിൽക്കാനും പോണില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാ ഫീൽഡും കോമ്പറ്റീറ്റീവാണ്. അതേപോലെ തന്നെ ഇതും. ഇപ്പൊ നമ്മളൊരു IT ഫീൽഡിൽ പോയാലും അവിടെയുണ്ട് കോമ്പറ്റീഷൻ. അതേപോലെ തന്നെ ഇവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ നമ്മളുടെ പ്രത്യേകത എന്താന്ന് കാണിക്കുക, അത് ആൾക്കാരെ ഇൻട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ എനിക്ക് വെരി സ്കിൻ ലൈക്ക് മേക്കപ്പ് ഇഷ്ടം. അപ്പോ ചിലപ്പോ വേറൊരു ആർട്ടിസ്റ്റ് ഇച്ചിരി കൂടി ഹെവിയർ മേക്കപ്പ് ചെയ്യണ്ടാവും, അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണ്ടാവും. അപ്പോൾ ഹെവിയർ മേക്കപ്പ് താല്പര്യമുള്ള ഒരാള് ഓഫ് കോഴ്സ് ആ ആർട്ടിസ്റ്റിന്റെ അടുത്തേ പോവുള്ളൂ, എൻ്റെ അടുത്ത് വരില്ല. ബിക്കോസ് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും എനിക്ക് തോന്നുന്നത് വേറെ വേറെ സ്റ്റൈൽസ് ഓഫ് മേക്കപ്പാ, വേറെ വേറെ വിഷൻസ് ആൾക്കാരിനുള്ളിൽ. പിന്നെ ഓഫ് കോഴ്സ് നമുക്കിപ്പം സ്കില്ലുള്ളവരാണ്. ഇപ്പം ഈ രംഗത്തേക്ക് വരുന്നവര് നല്ലൊരു ശതമാനം അത് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ സ്കില്ലുകൾ ഓരോ ദിവസവും ഇങ്ങനെ തേച്ച് മിനുക്കി ഇരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ സ്കിൽ സെറ്റ് കാണും. പക്ഷെ ആ സ്കില്ലിനപ്പുറമായിട്ട് നമുക്ക് ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് നമുക്ക് തന്നെ നമ്മളെ സെല്ല് ചെയ്യണം അല്ലേ. അപ്പോൾ ആ സെല്ലിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? സെല്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ്. മാർക്കറ്റിംഗ് മേക്കപ്പ് പഠിച്ച് ഇനി എന്താ നെക്സ്റ്റ്, അതാ മിക്കവർക്കും ഉള്ള ഡൗട്ട്. ആഫ്റ്റർ യു ഫിനിഷ് യുവർ കോഴ്സ് എന്താ അടുത്തത് ചെയ്യാൻ പറ്റുക, എങ്ങനെയാ നമുക്ക് ക്ലയൻസ് കിട്ടുക, ഹൗ ഡു യു മേക്ക് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്, എങ്ങനെ, വേർ ഇസ് ദ മണി കമ്മിങ് ഫ്രം. അത് ദാറ്റ് ഹെവിലി ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു മാർക്കറ്റ് യുവർ സെൽഫ്, ഹൗ പീപ്പിൾ സീ യു. സോ ഞാൻ മെയിൻലി എൻ്റെ മാർക്കറ്റിംഗ് ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു. പക്ഷെ ഇൻസ്റ്റാഗ്രാമിനെ കാട്ടി വലിയൊരു മാർക്കറ്റ് തന്നെയാണ് വേർഡ് ഓഫ് മൗത്ത്. ഒരു ക്ലയന്റ് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നതിനെ കാട്ടി ഒരു സന്തോഷം അതിൽ കൂടെ നമുക്കും കിട്ടാറുണ്ട്. ബിക്കോസ് ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടാ വേറൊരാൾ വരുന്നത്. എൻ്റെ ഒരു 90% ക്ലയന്റിൽ ഇസ് വേർഡ് ഓഫ് മൗത്ത്. അതിലും ഒരു വേർഡ് ഓഫ് മൗത്ത് ഏറ്റവും വലിയൊരു ഗെയിം പ്ലേ ചെയ്യും. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ എത്ര നല്ല വർക്ക് പോസ്റ്റ് ചെയ്താലും ഒരാളുടെ ഒരു ചീത്ത അഭിപ്രായം നമ്മൾ അത്രയും ബാധിക്കും. അത്രയും ക്ലയന്റേഴ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോ of course mistakes are made, of course all this happens, but always ഞാനൊരു ക്ലയന്റിന്, ഒരു റിയൽ ക്ലയന്റിനെ തൊടുന്നതിന് മുമ്പ് ഞാനൊരു 100 ഫേസസ് ചെയ്തു, എന്നിട്ടാണ് ഞാൻ ഒരു ക്ലയന്റിനെ തൊട്ടത്. അപ്പോൾ പ്രാക്ടീസ് ഇസ് കീ. മേക്ക് ഷുവർ യു ആർ അറ്റ് യുവർ ബെസ്റ്റ് വെൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ഗെയിം. മേക്ക് ഷുവർ യു മാസ്റ്റർ യുവർ സ്കിൽ വെരി വെൽ. ബിക്കോസ് പുറത്തുനിന്ന് ഒരാള് നമുക്ക് പൈസ തന്ന് അവരുടെ ഒരു സർവീസ് കൊടുക്കുക നമ്മള്. അപ്പൊ നമ്മളെപ്പോഴും അതിൽ ബെസ്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് വി വിൽ ഗെറ്റ് ബാഡ് റിവ്യൂസ്. ഓഫ് കോഴ്സ് അവിടുന്ന് ഒരു പോയിന്റ് ആണ്, ഒരു സ്റ്റക്ക് ആവണ ഒരു പോയിന്റ് തന്നെയാണ്. സോ ഐ തിങ്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, നിങ്ങളൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇന്റേൺ അണ്ടർ അതർ ആർട്ടിസ്റ്റ്, ഇന്റേൺ ഫോർ ഷൂട്ട്സ്, അസിസ്റ്റ് ആർട്ടിസ്റ്റ്, ലേൺ ഹൗ ദ ഫീൽഡ് ഇസ്. സ്കില്ല് സ്പീഡാക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പതുക്കെ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുക. അത്രയും സമയം ഒരു ക്ലയന്റും നമുക്ക് തരില്ല. സ്പീഡപ്പ് വേണം. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇതിന്റെ അടി വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പലരും അത് പറയാത്ത കാര്യം. ഇപ്പം ചിലര് ഒരു സംരംഭത്തിലേക്ക് വരുന്നു, ഒരു ഓൺടർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്നു. ഓൺ എ ഫൈൻ ഡേ അദ്ദേഹം എന്നാ ഞാൻ ഇതങ്ങ് തുടങ്ങിയേക്കാന്ന് പറഞ്ഞു വരികയാണ്. അതുപോലെ ഒരു ജോലിയിലേക്ക് പോകുന്ന ആള് ഈ പറയുന്ന ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു, ഞാൻ പ്രായമുള്ള ഗസ്റ്റുകൾ വന്നിട്ട് പോലും അവർ പലരും പറഞ്ഞിട്ടില്ല. പക്ഷെ സെറ പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരാളിനെ അസിസ്റ്റ് ചെയ്ത് ആ വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ച് വേണം. അല്ലാതെ ഡയറക്റ്റ് ഒരു ദിവസം വന്നാൽ പിന്നെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയേക്കാമെന്ന് പറഞ്ഞൊരു ദിവസം നമുക്ക് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു പാഠമാണ്. എന്തായാലും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആ പാഠം പഠിച്ചതും അത് ഒബ്സർവ് ചെയ്തതും അതൊരു പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. മാത്രമല്ല, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈക്ക് ഏത് ജോലിയെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അതിലൊന്നാണ് ഈ സ്കിൽ. മാസ്റ്റർ യുവർ സ്കിൽ എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്കില്ലിനെ ഏറ്റവും നന്നായി അത് ശേഖരിച്ചു വെക്കുക. അതേപോലെ തന്നെ നമ്മൾ അതിനെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അടക്കം സെല് ചെയ്യാൻ പഠിക്കുക. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. അപ്പൊ ഈ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അല്ലെ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് എന്ത് ഇമേജും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്താണോ അത് കൃത്യമായിട്ടായിരിക്കും ഈ വേർഡ് ഓഫ് മൗത്തിൽ കൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോ ആ ഒരു രീതിയിൽ നമ്മുടെ ഓരോ ക്ലയന്റിനെയും കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജി വേണം അല്ലെ? ആ ക്ലയന്റിനെ കൈകാര്യം ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്? എൻഡ് ഓഫ് ദ ഡേ സ്കില്ല് തന്നെയാണ്. അതില് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്ട്രി സ്കിൽസ് മാത്രമല്ല. മേക്കപ്പ് ആർട്ടിസ്ട്രി സ്കിൽസ് ഒരു 80%. ബാക്കി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ എങ്ങനെയാ ഇപ്പൊ ഒരു ക്ലയന്റ്, ഞാൻ പറഞ്ഞില്ലേ, ക്ലയൻസ് യൂഷ്വലി ഒരു വിഷൻ കാണിക്കും, ഒരു ഇൻസ്പിറേഷൻ കാണിക്കും. എനിക്ക് ഇങ്ങനത്തെ മേക്കപ്പാ വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ഹെയറാ വേണ്ട. അത് എത്രത്തോളം ഞാൻ അത് അപ്ലൈ ചെയ്യണം, ഞാൻ അത് എത്ര ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നു, അവരുടെ പ്രെഫറൻസ്. ഇപ്പൊ ഒരാൾ എനിക്ക് ഹെവി മേക്കപ്പ് കാണിച്ചിട്ട് ഞാൻ സട്ടിലായി കൊടുത്താൽ അവർക്ക് ഇഷ്ടാവില്ല. അപ്പൊ അവരുടെ പ്രിഫറൻസ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഓരോ കൺസേൺസ് ഉണ്ടാവുമല്ലോ ഇടയ്ക്ക് വെച്ചിട്ട്. അതെങ്ങനെയാ ഞാൻ ശരിയാക്കി കൊടുക്കണേ, ഞാൻ എങ്ങനെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ആൻഡ് ഞാൻ ബ്രൈഡൽ ആർട്ടിസ്റ്റാണ്. മെയിൻലി ഐ എം ഫോക്കസ്ഡ് ഓൺ ബ്രൈഡൽ ആർട്ടിസ്ട്രി. ആൻഡ് അവിടെ മോസ്റ്റ് ഓഫ് ദ ക്ലയൻസ് ആർ സ്ട്രെസ്ഡ്. ബ്രൈഡ്സ് എപ്പോഴും സ്ട്രെസ്ഡാണ്. അപ്പോൾ അവരെ കാം ചെയ്യണം. നമ്മൾ അവരുടെ അവരുടെ റിലാക്സിങ് ടൈമിലൊക്കെ നമ്മൾ കൂടെ ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എപ്പോഴും ഉണ്ട് ഈ ഫങ്ഷൻസിന്റെ ഇടയ്ക്ക്. അപ്പോൾ അവരെങ്ങനെ കാം ചെയ്യണം, അവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം. ചിലവര് അറിയാതെ അവരുടെ കുറ്റം പോലും ആയിരിക്കില്ല, അവരറിയാതെ ദേഷ്യപ്പെട്ട് പോവും. അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, നമ്മളത് ലൈറ്റ് ആയിട്ട് എടുക്കണം, അവരുടെ സ്ട്രെസ് മനസ്സിലാക്കണം. പിന്നെ വേർഡ് ഓഫ് മൗത്ത് ഓഫ് കോഴ്സ് അതിൽ വളരെ ഡിപ്പെൻഡ് ചെയ്യും. ഹൗ യു ടോക്ക് ടു യുവർ ക്ലയന്റ്, ഹൗ യു ഹാൻഡിൽ ദ കെയോസ്. പിന്നെ സ്കിൽ ഇസ് 80%. ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും അത് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഒരു സ്കില്ലും. അപ്പോൾ ഞാൻ സ്കില്ലില് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 8 months ഞാൻ പല ആർട്ടിസ്റ്റുകളുടെ അടിയിൽ ഇന്റേൺ ചെയ്തിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്, കുറേ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ പ്രാക്ടീസ് ഗെയിൻ ചെയ്തത്. അവിടുന്ന് ഞാൻ റിയൽ ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ തുടങ്ങിയ. എനിക്ക് ഫസ്റ്റ് ക്ലയൻറ്റിന് തന്നെ എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയ ഒരാളാണ്. എനിക്ക് അവിടുന്ന് നല്ലൊരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഒരു ഭാഗ്യത്തിന് എനിക്ക് അവിടുന്ന് ഒരു മാർക്കറ്റ് കിട്ടി. വേർഡ് ഓഫ് മൗത്ത് പ്ലേസ് ദ ബിഗ്ഗസ്റ്റ് റോൾ. ആൻഡ് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ റിവ്യൂവിനെക്കാട്ടി വിശ്വസിക്കണം ഒരാളുടെ ഒരു വാക്ക് തന്നെയാണ്. അതെ. അപ്പോൾ ഇതേപോലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ആ ഒരു രീതിയിലും കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഏജ് വൈസ്, ഇപ്പൊ ഒരു ചെറിയ കുട്ടി ഒരു ഡാൻസിന് പോകുന്ന ചെറിയ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന മേക്കപ്പ് ആയിരിക്കില്ല ഒരു യങ് ബ്രൈഡിന് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോളേജ് പാർട്ടിക്ക് പോകുന്നത്, അല്ലെ വേറൊരു പാർട്ടി മേക്കപ്പ് വേറെ ആയിരിക്കും. ഇനി ഒരു കുറച്ചും കൂടി ഏജ് ഗ്രൂപ്പിലുള്ള, ഇപ്പൊ എനിക്ക് തോന്നുന്നത് നല്ല ഏജ് ആണെങ്കിലും ഞാൻ എന്റെ കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിൽ മേക്കപ്പ് ചെയ്തേ ഞാൻ പോകും. അത് ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് കണക്കാക്കും. നിങ്ങൾ കാണണമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട എന്ന് പറയുന്ന ഒരു നേച്ചറാണ്. അപ്പോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏജ് വൈസ് മേക്കപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അത് ഈ പരിശീലനത്തിൽ കൂടെ പഠിക്കുന്നതാണോ, അതോ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പ്രത്യേക തിയറി, പലപ്പോഴും തിയറി ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു മേഖലയാണല്ലോ, നമ്മൾ പഠിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് പ്രയോഗത്തിൽ വരുമ്പോ വരുന്നത്. സോ ഓൾഡർ പീപ്പിൾ ആസ് ഇൻ ഒരു 50s 70s വിമന് അവർക്ക് കുറച്ചും കൂടി ചുളുങ്ങിയ സ്കിന്നായിരിക്കും, റിങ്കിൾസ് ഉണ്ടാവും. സോ അതിനനുസരിച്ച് നമ്മൾ വേറെ ടെക്നിക്സ് തന്നെ ഉപയോഗിക്കണം അവരുടെ സ്കിന്നിന് പറ്റിയ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു യങ് ബ്രൈഡിന് ഇടുന്ന ബേസ് ഒരു
മെച്ചോർ സ്കിന്നിന് ഇട്ട് കൊടുത്താൽ അവരുടെ ക്രീസ് ആവും, പീൽ ഓഫ് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിക്കവരും മെച്ചോർ സ്കിൻ, എസ്പെഷ്യലി മെച്ചോർ സ്കിന്നിന് നമ്മൾ വളരെ സട്ടിലായിട്ടാണ് ബേസ് ചെയ്യണം. അപ്പോൾ എല്ലാ ഏജിനും ഓരോ ടെക്നീക്സ് ഉണ്ടാവും, ഓരോ ഏജിനും ഓരോ ടൈപ്പ് മേക്കപ്പ് തന്നെ ആയിരിക്കും ചേരുന്നത്. സോ അതിനനുസരിച്ച് പിന്നെ ചില ആൾക്കാർക്ക് എപ്പോഴും മെച്ചോർ സ്കിൻ ആൾക്കാർക്കും ഹെവിയർ മേക്കപ്പ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യാറുണ്ട്. ഒരു പ്രോബ്ലി 5% ഓഫ് ദ ക്ലയൻസ് ഐവ് ഗോട്ട് ഹാസ് ഡിമാൻഡ് എനിക്കിങ്ങനെ ഹെവി ആയിട്ട് വേണം. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഏജ് ഗ്രൂപ്പ് അതിനനുസരിച്ചുള്ള മേക്കപ്പ് തന്നെ ചോദിക്കണേ. Like older people usually go for subtle, like mature skin usually go for subtle. Young girls go for a little bit of base, like that. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മേക്കപ്പിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചിരി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഘടകമാണ്. നമ്മൾ ഒരാളിനെ കാണുമ്പോൾ മനസ്സ് തുറന്ന് നമുക്കൊന്ന് ചിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് കണ്ടേജിയസുമാണ്. ഇപ്പൊ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാറ ചിരിക്കും, അപ്പോൾ രണ്ടുപേരിലേക്ക് പോസിറ്റീവ് എനർജി വ്യാപാരം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാളിന്റെ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ഇപ്പൊ നമ്മുടെ ഈ മേക്കപ്പിനോടൊപ്പം തന്നെ അതുകൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ ബ്രൈഡ് ആയിരിക്കും ലോകത്തിലെ ഏറ്റവും മനോഹരിയായിട്ട് എല്ലാവർക്കും തോന്നുന്നത്, അല്ലെ? അപ്പോൾ ആ രീതിയിലും ഇവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതായത് കുറച്ച് പേഴ്സണാലിറ്റി സ്കിൽസ്, ചിരിക്കേണ്ടതിന്റെ ആവശ്യം. ഇപ്പം നമ്മൾ നല്ല ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയ ബ്രൈഡ് ചിരിക്കാതെ മാരേജ് ഡേയിൽ നിന്ന് കഴിഞ്ഞാൽ മസിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഒരു പേഴ്സണാലിറ്റിയിൽ വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഈ മേക്കപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് പറഞ്ഞു കൊടുക്കുവോ? ഓണസ്റ്റ്ലി നോ. അത് അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ്. അവർക്ക് ചിരിക്കണോ വേണ്ടേ, അവർക്കൊരു ഹാപ്പി ഡേ ആണോ അല്ലല്ലേ എന്ന് അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ് തന്നെയാ. അതിൽ നമ്മൾ ഒരിക്കലും ഇന്ററപ്റ്റ് ചെയ്യാറുമില്ല. ഞാൻ ഒരിക്കലും പേഴ്സണലി ചെയ്യാറുമില്ല. ബിക്കോസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവര് കുറെ പേര് സംസാരിക്കാറുണ്ട്. ഈ വെഡിങ്ങിൽ നടന്ന കെയോസ്, റിസപ്ഷൻ ലുക്കിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ അവര് മേക്കപ്പ് ചെയ്യുമ്പോ ഇങ്ങനെ വെന്റ് ഔട്ട് ചെയ്യാറുണ്ട് അതിനെ കുറിച്ചൊക്കെ. അപ്പൊ നമ്മളോട് പറയുമ്പോ നമ്മള് ഓഫ്കോഴ്സ് ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഞാൻ നല്ല രീതിയിൽ തന്നെ തിരിച്ച് അവരെ ടേക്ക് കെയർ ചെയ്യും. പക്ഷെ ഞാനായിട്ട് ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ഇതില് ഇന്റർഫിയർ ചെയ്യല്ലോ ഒരിക്കലും. ഇപ്പൊ ഞാൻ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് പരിചയമുള്ള ഒരാള് മോനെ ഇതുപോലെ MBBS വിട്ടു. അപ്പൊ MBBS പഠിക്കാൻ വിടുമ്പോ അങ്കിൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അപ്പൊ ഇവനെ പഠിപ്പിക്കാൻ വിട്ട വകയിൽ എനിക്ക് ചെലവായത് എത്ര രൂപ, ഇവൻ അതിന്റെ ഇടയിൽ കൊണ്ട് ഇന്ന കാര്യങ്ങൾക്ക് ചെലവാക്കി എത്ര രൂപ, ഇവൻ ബ്രാൻഡഡ് സാധനങ്ങൾ മേടിക്കാൻ ചെലവാക്കിയത്, ഐഫോൺ മേടിക്കാൻ, ഇങ്ങനെ പറഞ്ഞ പുള്ളി ഇങ്ങനെ കണക്ക് കൂട്ടുക. ഇതെല്ലാം നീ ആ 5 വർഷം കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലി കിട്ടി ഈ റിട്ടേൺ എനിക്ക് കിട്ടിയില്ല കുടുംബത്തിൽ കയറ്റ തമാശക്ക് പറയുന്നതാണ്. എങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു റഫ് കാൽക്കുലേഷൻ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതിപ്പോ ഏത് കോഴ്സ് ആണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണെങ്കിൽ പോലും നല്ല റിട്ടേൺ, അതായത് സാമ്പത്തികമായി നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന, ശക്തീകരിക്കുന്ന ഒരു മേഖല കൂടിയാണിത്, അല്ലെ? ഓഫ് കോഴ്സ്. എനിക്ക് തോന്നുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റിലെ ഒരു കരിയർ ഉണ്ടാക്കണം എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് എന്നനുസരിച്ചിരിക്കും. കുറെ പേരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിച്ചിട്ട് അവരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. സോ നമ്മുടെ മാർക്കറ്റിംഗ് സ്കിൽസിൽ അത് വരും, നമ്മുടെ സ്കിൽ സെറ്റിൽ അത് ഉൾപ്പെടും. മേക്കപ്പ് ഓഫ് കോഴ്സ് മേക്കപ്പ് കോഴ്സസ് വളരെ എക്സ്പെൻസീവാ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്, ഒരു അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് തന്നെയാന്ന് വെച്ചാൽ നമുക്ക് അത്രയും റിട്ടേൺസ് കിട്ടും. നമ്മൾ ഒന്ന് ശരിയായി വരുമ്പോൾ റിട്ടേൺസ് കിട്ടാൻ വളരെ സാധ്യത ഉള്ള ഫീൽഡ് തന്നെയാണ്. എനിക്ക് ഒരു 6 months ലേറ്റർ ആഫ്റ്റർ മൈ കോഴ്സ് ഐ ഹാവ് മെയ്ഡ് what I have invested in my course, I made it in a year. So it's definitely an investment, and there's a lot of product investment also അതിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു നമുക്ക് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് എന്ന് വെച്ചാൽ, ബിക്കോസ് അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാ. ആൻഡ് ഇതൊരു ക്രിയേറ്റീവ് ഫീൽഡ്, ഒരു ആർട്ടാ. ഇപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എങ്ങനെയാ. ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിരിക്കും, ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ചിരിക്കും, മാർക്കറ്റിംഗ് ടെക്നീക്സ് അനുസരിച്ചിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വളരെ നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെയാ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയപ്പോ. നമ്മൾ ഈ 90s കിഡ്സിനെ പൊതുവെ സെഫോറ കിഡ്സ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ആ ഒരു ടൈമിലാണ് ഈ സെഫോറ എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് ബ്രാൻഡ്
ചെയിൻ ഓഫ് ഔട്ട്ലെറ്റ്സ് വരുന്നത്. ഞാനൊക്കെ ആണെങ്കിലും പലപ്പോഴും സെഫോറ എന്ന് പറയുന്നത് ഒരു നിറങ്ങളുടെ ഒരു ലോകമല്ലേ. അതിന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ വായും പൊളിച്ച് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഒരു ഭയങ്കര സന്തോഷം അത് കാണുന്നത്. അത് മാത്രമല്ല സെഫോറയിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം എല്ലാ കളർ സ്കിൻ. ഇപ്പം നമ്മൾ പൊതുവെ ഇന്ത്യയിലൊക്കെ പരസ്യത്തിൽ കാണുന്നത് എന്താ, ഫെയർ സ്കിൻ ഉള്ളവർക്ക് മാത്രമാണ് ഇതെന്ന്. പക്ഷെ സെഫോറയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ഷെയ്ഡുള്ള വ്യക്തിയെയും അവർക്ക് അനുയോജ്യമായ മേക്കപ്പ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴോ സെഫോറയിൽ ഒരു സ്റ്റാഫ് ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അതൊന്ന് പങ്കുവെക്കാവോ? ഞാൻ ചെറുപ്പത്തില് അറൌണ്ട് 7th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ എന്നോട് ആൾക്കാരെ എന്താവണം വലുതാവുമ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ സെഫോറയിൽ ഒരു സ്റ്റാഫ് ആവണം എന്നോ. എന്നുവെച്ചാൽ എനിക്ക് ഈ സ്റ്റോർ നമ്മുടെ കൊച്ചിയിൽ ഇന്നും ഇല്ല ആ സ്റ്റോറ്. പക്ഷെ എനിക്ക് ഇന്ത്യയുടെ പുറത്ത് പോകുമ്പോഴും ഐ മീൻ അറൌണ്ട് ഇന്ത്യ പോകുമ്പോഴും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എനിക്ക് സെഫോറയിൽ പോകാൻ പറ്റും. അവിടെ നിന്നും മേടിച്ചില്ലെങ്കിലും ചേച്ചി പറഞ്ഞ പോലെ അതൊന്നും കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും സെഫോറ ആണ് മൈ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് തന്നെയാ. അവിടെ എനിക്ക് കയറാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല എവിടെ സെഫോറ ചുറ്റുവറ്റത്തിലുണ്ടെങ്കിൽ. സോ അതെനിക്ക് എൻ്റെ ഇപ്പോഴും എനിക്ക് മനസ്സിൽ കിടക്കുന്ന ഒരു ഡ്രീം തന്നെയാ സെഫോറയിൽ ഒരു സ്റ്റാഫ് ആണെന്ന്. അല്ലെങ്കിൽ കുറച്ച് ദിവസം അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഒരു സ്വപ്നം തന്നെയാ. അത് ആ ഒരു വഴി തന്നെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതും അവിടുന്ന് പിക്കപ്പ് ചെയ്ത ഇൻട്രസ്റ്റും അവിടുന്ന് പിക്കപ്പ് ചെയ്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് എന്റെ അമ്മയുടെ മേത്തും എന്റെ സിസ്റ്ററിന്റെ മേത്തൊക്കെ കൊണ്ടുപോയി ഇതേത് അങ്ങനെയൊക്കെ തന്നെ എനിക്കും ഈ ഒരു ഇൻട്രസ്റ്റ് തന്നെ വന്നത്. എന്തായാലും ടീനേജില് 19 എന്ന് പറയുന്നത് ടീനേജിന്റെ ആ ഒരു ഇതാണല്ലോ. അപ്പൊ ടീനേജിൽ തന്നെ സ്വന്തം നിലയിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി സ്വന്തമായി ഒരു ക്രിയേറ്റിവിറ്റി സെല്ല് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു വർഷം ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം ഒക്കെ വരുമാനം ലഭിക്കുന്നുണ്ട്. വർഷമാണോ മാസമാണോ? വർഷം. ഓക്കെ, വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ ഇപ്പൊ എത്തി. ഇനി ഒരു 5 years 5 വർഷത്തിന് ശേഷം സെറയെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരു എന്റർപ്രണർഷിപ്പ് കാണുന്നുണ്ടോ? ഒരു സംരംഭം തുടങ്ങാനും കുറച്ചു പേർക്ക് കൂടെ ജോലി കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു വിഷൻ ഉണ്ടോ? എന്റെ ഫസ്റ്റ് വിഷൻ തന്നെ എനിക്കൊരു അക്കാഡമി തുടങ്ങണം എന്ന്. എനിക്ക് ഐ വാണ്ടഡ് ടു എംപവർ മോർ വിമൻ ഇൻ ടു ഗെറ്റിംഗ് ഇൻ ടു ദിസ് ഫീൽഡ്. ആൻഡ് എന്റെ മെയിൻ എയിമും അത് തന്നെ. ഇപ്പൊ കറന്റ്ലി എനിക്കൊരു ഡൗൺ 3-4 years ഒരു അക്കാഡമി തുടങ്ങണം. എനിക്കിവിടെ കേരളത്തിൽ ഒരു ടീം ബിൽഡ് ചെയ്യണം. എനിക്ക് എൻ്റെ സ്റ്റൈൽ ഓഫ് മേക്കപ്പ് ഇവിടുത്തെ ആൾക്കാർക്ക് ഓഫ്കോഴ്സ് കുറെ അക്കാഡമീസ് ഉണ്ട് കേരളത്തിൽ, വളരെ നല്ല അക്കാഡമീസ് ഉണ്ട്. എനിക്കും ഒരു അക്കാഡമി തുടങ്ങണം എന്ന ആഗ്രഹം, എനിക്കൊരു ടീം ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹം ഇവിടെ കൊച്ചി തന്നെ, കേരളത്തിൽ തന്നെ. അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു എയിം തന്നെ ആയിരിക്കും. അത് ചെയ്യാനും ഭാഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ കാണുന്ന എല്ലാ നല്ല സ്വപ്നങ്ങളും അത് എന്താ പറയുന്നത് സാക്ഷാത്കരിക്കാനായിട്ട് ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സാധ്യമാകും. ഒപ്പം തന്നെ ഈ ഒരു സംരംഭക എന്ന രീതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അല്ലെ. അപ്പൊ നമ്മൾ സ്വയം നമ്മളൊരു തൊഴിൽ കണ്ടെത്തുന്നു, അത് ചെയ്യുന്നു, നമ്മൾ നമ്മളെ മാത്രം മാനേജ് ചെയ്താൽ മതി. പക്ഷെ നമ്മളോടൊപ്പം ഉള്ള ഈ ടീം ബിൽഡിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. പല അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അവരെ നമ്മൾ ഒരു ടീം ആക്കുക. പലപ്പോഴും സംഭവിക്കുന്ന പല സ്ഥാപനങ്ങളിലും ഇത് ഗ്രൂപ്പായി മാറും. ഗ്രൂപ്പും ടീമും തമ്മിൽ വ്യത്യാസം. ടീമിനെന്ന് പറഞ്ഞാൽ ഒറ്റ എയിമേ കാണത്തുള്ളൂ. ആർപ്പോ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാർപ്പോ എന്ന് വിളിച്ചു കഴിയും. പക്ഷെ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെസിഫിക് ഇൻട്രസ്റ്റ് കാണും. അപ്പം അത്തരത്തിലൊരു ടീം ബിൽഡിങ്ങിന് അത് മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടോ? എനിക്ക് ഞാൻ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇപ്പോ ഇൻ ദ നെക്സ്റ്റ് 4 months ഞാൻ 3 പിള്ളേരെ ട്രെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. 3 women. They are unfortunate to spend so much on a makeup course, which I can relate to a lot because makeup courses are ഭയങ്കര എക്സ്പെൻസീവ് ആ. അപ്പോൾ ഞാൻ 3 പേരെ ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് അവരെ എങ്ങനെ ട്രെയിൻ ചെയ്ത് വരണം, എനിക്ക് അവരുടെ റിസൾട്ട് കാണണം. എന്നിട്ട് ഞാൻ ഓഫ് കോഴ്സ് അതിലേക്കൊരു ഫർദർ ഞാൻ സെഷൻസ് വെക്കും. അങ്ങനത്തെ ചെറിയൊരു രീതി ഞാൻ തുടങ്ങാൻ പോവാ. വിത്ത് സെമിനാർസ്, സ്മോൾ ഗ്രൂപ്പ് ക്ലാസ്സസ്, 5-day ക്ലാസ്സസ്, 7-day ക്ലാസ്സസ് വിത്ത് എൻ ഇന്റേൺഷിപ്പ്. ഞാൻ പറഞ്ഞ പോലെ മേക്കപ്പ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. റിയൽ ബ്രൈഡ്സ്, ഇപ്പൊ ഞാനൊരു ബ്രൈഡിന്റെ അടുത്ത് പോകുമ്പോൾ അവരും കാണണം എത്ര സമയം നമുക്ക് കിട്ടും, ബ്രൈഡിന്റെ പേഷ്യൻസ് എത്ര, അവരെങ്ങനെ റിയാക്ട് ചെയ്യണം പല കാര്യത്തിലും.
അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും തുടങ്ങുമ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പും അങ്ങനത്തെ പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്ത കോഴ്സിലും ഒരു ഷോർട്ട് ഇന്റേൺഷിപ്പ് തന്നിരുന്നു. അവിടെയാണ് ഞാനും പല കാര്യങ്ങളും പഠിച്ചതും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്തിട്ട് എനിക്ക് അറിയണം റിസൾട്ട്സ് എങ്ങനെയാ, അവരെങ്ങനെയാ പെർഫോം ചെയ്യണം, എനിക്ക് എൻ്റെ സ്കില്ലും അറിയണം, അവരെങ്ങനെയാ ആ സ്കിൽ ഇംപ്ലൈ ചെയ്തിരിക്കണമെന്ന് അറിയണം. എന്നിട്ട് തീർച്ചയായും എനിക്ക് അക്കാഡമി തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും 19 വയസ്സേ ഉള്ളെങ്കിലും ഒരു കുറേ പ്രായമുള്ള കുറേ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ കണ്ട് പഴക്കം വന്ന ഒരു വിവേകമതിയായ ഒരു വ്യക്തിയെ പോലെയാണ് സെറ സംസാരിക്കുന്നത്. ഇനി നമ്മുടെ വാല്യൂ പ്ലസിന്റെ എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ ചോദിക്കുന്ന സിഗ്നേച്ചർ ചോദ്യമാണ്. അത് ടു ഇയർലി ആണോ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നും. ഒരു ചെറിയ കുട്ടിയോട് ചോദിക്കുന്നത്, ഹൗ ഡു യു ഡിഫൈൻ സക്സസ്? നമ്മൾ വിജയത്തെ എങ്ങനെയാണ് സെറ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ചിലർ വിചാരിക്കും ഒരുപാട് പൈസ ഉണ്ടാക്കിയാൽ അത് സക്സസ് ആണെന്ന്. ചിലർ വിചാരിക്കും കുറേ കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹമുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാൽ അത് സക്സസ് ആണെന്ന്. അല്ലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സക്സസ് ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയ അതാണ് സക്സസ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. സെറയ്ക്ക് എന്താണ് സക്സസ്? എൻ്റെ മനസ്സിൽ സക്സസ് എപ്പോഴും വർക്ക് ലൈഫ് ബാലൻസ് തന്നെയായിരിക്കും. ബിക്കോസ് എനിക്ക് ഓഫ്കോഴ്സ് മണി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സക്സസ്സിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 65% മണി പ്ലേസ് എ റോൾ ഇൻ ഇറ്റ്. പക്ഷേ ഞാൻ ലൈഫും നല്ല രീതിയിൽ ജീവിക്കണം എന്ന ഒരു ആഗ്രഹമുള്ള ആള് തന്നെയാണ്. എനിക്ക് ഫ്രണ്ട്സ് വേണം, ലൈഫ് വേണം. പക്ഷെ എൻ്റെ ഒരു വർക്ക് കാരണം ഞാൻ കുറെ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഭംഗിയായ കോളേജ് ലൈഫ് ഇല്ല കറന്റ്ലി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻജോയ് ചെയ്യണ പോലെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഇവര് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ തീർച്ചയായും കുറെ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മൈ ഡെഫിനേഷൻ ഓഫ് സക്സസ് വുഡ് ഓൾവേസ് ബി വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ഈ ലോകം മുഴുവൻ സെറയുടെ കൂടെ ഉണ്ടാകുക, നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, ഒരുപാട് സ്ത്രീകൾക്ക് അവരെ ശാക്തീകരിക്കാൻ. നമുക്കറിയാം, ശാക്തീകരണം എന്ന് പറയുന്നത് നമ്മൾ പുരുഷന്റെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ മുടി വെട്ടിയത് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ കയ്യിൽ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻകം വേണം. മാനസികമായും ശാരീരികമായും നമ്മൾ സ്വസ്ഥമായിരിക്കണം. അതാണല്ലോ ശാക്തീകരണം. അപ്പൊ അതിന് നിരവധി പേരെ സഹായിക്കാൻ, നിരവധി പേർക്ക് ആത്മവിശ്വാസം നൽകാൻ സഹായിക്കട്ടെ. പക്ഷെ ഈ ഏജിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വിവേകമതിയായി സംസാരിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. സ്പെഷ്യൽ അപ്രീസിയേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദ ഗസ്റ്റ്. താങ്ക് യു. Thank you.